Hi guys, January 2025 phase 1 January 23rd shift 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെറ്റ് തന്നിട്ടുണ്ട്, സി എന്ന് പറഞ്ഞിട്ട് സി വേറെ സെറ്റ് തന്നിട്ടുണ്ട്. ഈ സി എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇന്റർസെക്ഷൻ എന്താണ്? ബി ആണ്. ഓക്കെ അത് മാത്രമല്ല എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ എന്തായിരിക്കണം പറഞ്ഞാട്ടെ? വൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഈ എയിലും ബിയിലെയും ഇന്റർസെക്ഷൻ ആണ് സി. പക്ഷെ അതിലെന്താണ്? എക്സോ അല്ലെങ്കിൽ വൈയോ 0 ആവുന്ന എലമെന്റ്സ് മാത്രമേ നമ്മുടെ സിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോമെട്രിക്കലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LMRP ബേസ് ചെയ്തിട്ട് ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫണ്ടമെന്റൽസിലാണ്. കാരണം ഇനിക്വാലിറ്റി ഒക്കെ വരുന്നത് ഫണ്ടമെന്റൽസിനാണല്ലോ. അപ്പോൾ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഗ്രാഫിക്കലിയാണ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അപ്പോൾ അത് എന്താണ് അതിന്റെ ഗ്രാഫിക്കൽ മീനിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു k വാട്ടെവർ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണം. ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുക. എങ്ങനെയുള്ള സ്ക്വയർ ശ്രദ്ധിക്കാം. അതായത് നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് പ്ലസ് അല്ലെ, നമുക്ക് എന്താ ഈ മോഡുലസ് മാറ്റുന്നത് പ്ലസ് മൈനസ് എക്സ് അല്ലെ, ഇതാണെങ്കിൽ പ്ലസ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതിന് ഓരോന്നിനും കോമ്പിനേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, അതേപോലെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലെ, പിന്നെ എന്താണ് മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലെ, പിന്നെ എന്താണ് മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലെ. അങ്ങനെ 4 ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സംഭവത്തിന് കിട്ടുന്നത്. റെഡി അല്ലേ? അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. റെഡി മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ലൈൻ വരയ്ക്കുക എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ കേസിൽ മാത്രമേ ഞാൻ പറഞ്ഞുതരാം. റെഡി? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ഞാൻ വരയ്ക്കുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 അല്ലെ എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് ആണ് എ, വൈ ഇന്റർസെപ്റ്റ് ആണ് ബി. എന്ന് പറഞ്ഞ പോലെ എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 1 ഈസ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ അതായത് നമ്മളെ മൊത്തം എന്താക്കാണ്, ഞാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ മൊത്തം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബൈ 3 പ്ലസ് വൈ ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ 3 പ്ലസ് വൈ ബൈ 3 ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. റെഡി അല്ലേ? അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 3 ആണ്. അതേപോലെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതും എന്താണ് മക്കളെ? 3 ആണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 3 എന്ന് വന്നു അല്ലെ, അതേപോലെ എന്താണ് 3 എന്ന് വന്നു. അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ എന്താക്കണം മക്കളെ? നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം? നമ്മൾ വരയ്ക്കണം. മനസ്സിലായില്ലേ? ഓരോന്നും നമ്മൾ എന്താക്കണം മക്കളെ? വരയ്ക്കണം. അപ്പം അങ്ങനെ ഓരോ സ്ട്രൈറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രൂപമാണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലെ ആണ് ഈ പറഞ്ഞ സാധനം. ഇതൊക്കെ എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സംഗതിയാണ് അല്ലെ. പക്ഷെ നമുക്ക് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഇൻസൈഡ് റീജിയൻ ആണ് നമുക്ക് വരിക. മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. സോറി, മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈസ് ഈക്വൽ ടു 3 ആണ് അതിന്റെ ബൗണ്ടറി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ അത് ഇൻസൈഡ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിലോ അത് ഔട്ട്സൈഡ് ആണ് നമ്മൾ എന്താക്കുക? മനസ്സിലാക്കുക. റെഡി അല്ലേ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ രൂപത്തിലൊന്നും വരക്കണ്ട, ഈ ഒരു ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലേക്ക് വരിക. മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഇനി അടുത്തത് എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെ എന്ന് പറഞ്ഞ സംഗതി. അതെന്താണ്? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതെങ്ങനെയാണ് സാർ വരയ്ക്കുക? ഒന്നുമില്ല, നമ്മളത് പഠിച്ചാണ് മോഡുലസിനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. അഥവാ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഓർ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? -3 ആണ് അല്ലേ. നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. അതായത് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ -a ആൻഡ് +a. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു a ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്താണ്? -a എന്നാണ് നമ്മൾ പറയുക. മനസ്സിലായില്ലേ? ആ ഒരു ഫോർമാറ്റിലാണ്. അഥവാ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 അല്ലെ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3, അതേപോലെ ഓർ എന്താണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു -3. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കാൻ നമുക്കറിയാം അല്ലെ. എന്താണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 അല്ലെ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? അല്ലെങ്കിൽ ആ റീച്ച് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്താക്കുന്നു? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മക്കളെ എന്താ? യെസ്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഞാൻ ഒന്നും കൂടി വരക്കണം എന്നേ ഉള്ളൂ. റെഡി അല്ലേ? ഇത് തന്നെയാണ് എന്ത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ. കണ്ടോ?
ഇത് തന്നെയാണ് എന്താ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്താ 3 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ. എടാ ക്ലിയർ ആയില്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ. ഇനി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്താകും മക്കളെ? മുകളിലോട്ടേക്ക് പോകും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ അറിയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 അല്ലേ? അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കിൽ ഇതിൻ്റെ താഴോട്ടേക്കായിരിക്കും അല്ലെങ്കിൽ മുകളിലോട്ടേക്കായിരിക്കും. അപ്പോൾ നമ്മളേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിനിൽ ഈ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സാധനം. റെഡി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഓക്കെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? യെസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു -3 എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഓക്കെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു -3 എന്ന സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ഡിവൈഡ് ബൈ -3 പ്ലസ് വൈ ഡിവൈഡ് ബൈ -3 ഈസ് ഈക്വൽ ടു 1 അല്ലേ എന്നാക്കി കഴിഞ്ഞാൽ ഏത് സ്ട്രൈറ്റ് ലൈനാണ് വരിക? അല്ലേ? എക്സ് ഇന്റർസെപ്റ്റ് -3 വൈ ഇന്റർസെപ്റ്റ് -3 അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രൈറ്റ് ലൈൻ ഏതായിരിക്കും മക്കളെ? ഇതായിരിക്കും എന്താ ആ സ്ട്രൈറ്റ് ലൈൻ വരിക. റെഡി അല്ലേ? ഇതായിരിക്കും എന്താ മക്കളെ ആ സ്ട്രൈറ്റ് ലൈൻ വരിക. ഓക്കെ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ദിസ് വിൽ ബി ദാറ്റ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ. ഇതാണ് ആ സ്ട്രൈറ്റ് ലൈൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ അല്ലേ നമുക്ക് എന്താ വേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അപ്പോൾ അത് ഏത് റീജിയനാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു അല്ലേ? 0,0 എടുത്തു അല്ലെ? അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പോയിന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതല്ല സൊല്യൂഷൻ റീജിയൻ, ഇതിന്റെ ബാക്കോട്ടേക്കാണ് എന്ത് സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് മക്കളെ വരിക? താഴോട്ടേക്കാണ് വരിക. ഇതാണ് അതിന്റെ എന്ത് സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? റെഡിയല്ലേ? അപ്പോൾ ഇനി അടുത്തത് മക്കളെ ശ്രദ്ധിക്കുക, ഇവരാണ് എന്ത് എ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഞാൻ ഈ പിങ്ക് കളറിനെ കൊണ്ട് വരച്ച ഇവരാണ് എ അല്ലേ? ഇവരാണ് മക്കളെ എന്ത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം. ഓക്കെ മക്കളെ, ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഈ പറഞ്ഞ ഈ സ്ട്രൈറ്റ് ലൈൻസ്. ഓക്കെ അല്ലേ? അതായത് ഈ സ്ട്രൈറ്റ് ലൈനും അതേപോലെ തന്നെ എന്താണ് ഇതും അല്ലെ? ഇത് മാത്രമേ കോമൺ റീജിയൻ വരുന്നുള്ളൂ. വേറെ എവിടെയും എന്ത് വരുന്നില്ലടാ? കോമൺ റീജിയൻ എന്താവുന്നില്ല, വരുന്നില്ല. മനസ്സിലായില്ലേ? റെഡി അല്ല? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രൈറ്റ് ലൈനിന്റെയും ഈ ലൈൻ സെഗ്മെന്റിലെ എല്ലാ പോയിന്റും അതിൽ ഉൾപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് സൊല്യൂഷൻ റീജിയനെയും കോമൺ ആണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ സെഗ്മെന്റിന്റെയും എല്ലാ പോയിന്റ്സും എന്താവും അതിൽ ഉൾപ്പെടും. മനസ്സിലായില്ലേ? പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സി എന്ന് പറഞ്ഞ സെറ്റാണ്. സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി മാത്രമല്ല, അതിൽ എക്സ് 0 അല്ലെങ്കിൽ എന്താണ് വൈ 0 ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് എടുക്കാൻ വേണ്ടി പറ്റുക? എക്സ് 0 അല്ലെങ്കിൽ വൈ 0 ആണെങ്കിൽ ഈ പോയിന്റ്സ് ആണ് നമ്മൾ എന്താക്കാൻ വേണ്ടി പറ്റുക? എടുക്കാൻ വേണ്ടി പറ്റുക. അഥവാ കോർഡിനേറ്റ് ആക്സിസിലെ പോയിന്റ് ആണ് അല്ലേ? കോർഡിനേറ്റ് ആക്സിലാണ് എക്സ് അല്ലെങ്കിൽ വൈ എന്താക്കുക? 0 ആവുക അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3,0 അല്ലെ? മറ്റേ എന്താണ്? യെസ് 0,3 അല്ലെ? പിന്നെ എന്താണ്? -3,0 പിന്നെ എന്താണ്? 0,-3. മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഓക്കെ. അതായത് മക്കളെ രണ്ടിന് നമ്മൾ എന്താക്കി? സൊല്യൂഷൻ റീജിയൻ വരച്ചു. എന്നിട്ട് അതിന് ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ ലൈൻ സെഗ്മെന്റ്സ് ആണ് നമുക്ക് ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അവരും നമ്മൾ എന്താക്കി? യെസ്. ഓക്കെ. നമ്മൾ അതിൽ നമുക്കതിൽ എക്സ് 0 അല്ലെങ്കിൽ വൈ 0 എന്ന കേസ് മാത്രം നമ്മൾ എന്താക്കി? എടുത്തു. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് മക്കളെ? യെസ്. ഓക്കെ. നമ്മുടെ എക്സ് വൈ അല്ലേ? അഥവാ നമ്മുടെ എന്ത്? യെസ്. ഓക്കെ. സി എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, സി എന്ന് പറഞ്ഞ സെറ്റ്. റെഡി അല്ലേ? അപ്പോൾ സി എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. യെസ് 3,0 പിന്നെ എന്താണ്? 0,3 അല്ലേ? പിന്നെ എന്താണ്? -3,0 പിന്നെ എന്താണ്? 0,-3. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സിഗ്മ മോഡുലസ് ഓഫ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? അഥവാ മോഡുലസ് ഓഫ് 3 + 0 പ്ലസ് മോഡുലസ് ഓഫ് 0 + 3 പ്ലസ് മോഡുലസ് ഓഫ് -3 + 0 പ്ലസ് മോഡുലസ് ഓഫ് 0 + -3 അല്ലേ? എന്ന് പറഞ്ഞാൽ 3 + 3 + 3 + 3 അല്ലേ? എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്ത് വരും മക്കളെ? 12 എന്ന് വരും. മനസ്സിലായില്ലേ? അതാണ് മോഡുലസ് ഓഫ് എക്സ്, സിഗ്മ എക്സ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? സോ നമുക്ക് 12 എന്ന് വരും ഉത്തരം. ഓക്കെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ.